കഴിഞ്ഞ ദിവസം രാവിലെയാണ് പുഷ്പവതി എന്ന 55-കാരിയായ വീട്ടമ്മ മരണപ്പെട്ട വിവരം ആ നാട്ടുകാർ അറിയുന്നത്. ഉറക്കത്തിൽ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് അമ്മയുടെ മരണകാരണമെന്നായിരുന്നു മകൾ സുചിത്ര നാട്ടുകാരോട് പറഞ്ഞത്. അമ്മ നഷ്ടപ്പെട്ട വേദനയിൽ നിലവിളിച്ച് കരയുന്ന ഏക മകൾ സുചിത്രയുടെ കാഴ്ച ആ നാട്ടുകാരെയെല്ലാം സങ്കടത്തിലാഴ്ത്തുകയും ചെയ്തു. എന്നാൽ അതേസമയം തന്നെ അമ്മയുടെ മൃതശരീരം എത്രയും പെട്ടെന്ന് ദഹിപ്പിക്കണമെന്നും ആ മകൾ പറയുന്നുണ്ടായിരുന്നു. ഭർത്താവുമായി ആലോചിച്ച് അതിനുള്ള എല്ലാ നടപടികളും പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്തു. എന്നാൽ മരണാനന്തര ചടങ്ങുകൾ വേഗത്തിൽ തീർക്കാനുള്ള സുചിത്രയുടെ ആ ധൃതി വലിയൊരു കൊലപാതകം മറയ്ക്കാനുള്ളതായിരുന്നുവെന്ന് ആദ്യമാർക്കും മനസ്സിലായില്ല. വേഗത്തിലാക്കിയ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പുഷ്പവതിയുടെ മൃതദേഹം ചിതയിലേക്ക് എടുക്കുന്നതിന്റെ തൊട്ടു മുൻപാണ് പുഷ്പവതിയുടെ സഹോദരൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. മൃതദേഹത്തിന്റെ മൂക്കിന് താഴെയായി ചെറിയൊരു മുറിവും രക്തക്കറയും കാണുന്നു. ഇത് സുചിത്രയോട് ചോദിച്ചപ്പോൾ അതിന് വിചിത്രമായ ഒരു മറുപടിയാണ് പറഞ്ഞത്. അതുമല്ല, കൊതുക് കടിച്ചതുമായിരിക്കുമെന്നാണ് ആ സമയം സുചിത്ര പറഞ്ഞത്. എന്നാൽ സുചിത്രയുടെ മറുപടിയും പെരുമാറ്റവും ഒക്കെ കണ്ടതോടെ സംശയം വർദ്ധിച്ച സഹോദരൻ സംസ്കാര ചടങ്ങുകൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും വിവരം നേരെ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. തൊട്ടുപിന്നാലെ തന്നെ പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തുകയും യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെ സുചിത്ര എതിർക്കുകയാണുണ്ടായത്. ഒടുവിൽ സുചിത്രയുടെ എതിർപ്പിനെ മറികടന്ന് പോലീസ് പുഷ്പവതിയുടെ മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ആ ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തുവരുന്നത്. പുഷ്പവതിയുടേത് ഹൃദയാഘാതം മൂലമുള്ള മരണമല്ല, മറിച്ച് ക്രൂരമായ ഒരു കൊലപാതകം തന്നെയായിരുന്നു. തുടർന്ന് പോലീസ് സുചിത്രയെയും ഭർത്താവായ സുരേഷ് കുമാറിനെയും ചോദ്യം ചെയ്തതോടെ മറനീക്കി പുറത്തുവന്നത് പകയുടെയും വഞ്ചനയുടെയും ഒരു കഥയായിരുന്നു. പുഷ്പവതിയെ കൊലപ്പെടുത്തിയത് മകളായ സുചിത്ര തന്നെയാണ്. ഇതിനായി പോലീസ് പറയുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, പണമായിരുന്നു. അടുത്തിടെ പുഷ്പവതി തന്റെ ഒരു വസ്തു വിറ്റ വകയിൽ 40 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. ഈ തുക കൈക്കലാക്കാൻ സുചിത്രയും ഭർത്താവും പദ്ധതിയിട്ടിരുന്നു എന്നാണ് വിവരം. രണ്ടാമത്തെ കാരണം അതിലും ഭീകരവും വിചിത്രവുമാണ്. 1.5 വർഷം മുൻപ് മരണപ്പെട്ട തന്റെ പിതാവിന്റെ മരണത്തിന് കാരണം അമ്മ ചെയ്ത ആഭിചാര ക്രിയകളാണെന്ന് ഒരു ജ്യോത്സ്യൻ സുചിത്രയോട് പറഞ്ഞിരുന്നുവത്രേ. അങ്ങനെ സുചിത്രയുടെ അന്ധമായ വിശ്വാസം അമ്മയോടുള്ള വെറുപ്പായി മാറി. തുടർന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മയെ കാണാനായി സ്നേഹം നടിച്ച മകളും മരുമകനും എത്തുകയായിരുന്നു. തുടർന്ന് പുഷ്പാവതി രാത്രി ഉറങ്ങിയ ശേഷം മുറിയിലെത്തിയ സുചിത്ര തലയിണ ഉപയോഗിച്ച് അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിന് ഭർത്താവ് കൂട്ടുനിൽക്കുകയും ചെയ്തു. സംഭവത്തിൽ സുചിത്രയെയും ഭർത്താവിനെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. കർണാടകയിലെ തമകൂരു ജില്ലയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയ മകൾ തന്നെ അമ്മയുടെ കാലനായി മാറിയെന്ന വാർത്ത ആ നാട്ടുകാർക്കൊന്നും വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത പുതിയ തലമുറയുടെ ഭീകരമായ മുഖമാണ് ഈ സംഭവം വെളിപ്പെടുത്തുന്നത്. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്.